വിദ്യാഭ്യാസ വിഭാഗം വലിയൊരു നേട്ടം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നേടിയെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങൾ ഇല്ലാത്തത് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാഴ്ച പരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. 10ാം ക്ലാസ് വരെ സ്വതന്ത്രമായി പഠിച്ചിരുന്ന ഇവർ ഹയർ സെക്കൻഡറി എത്തിയപ്പോൾ പഠനത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയാണ്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ കത്ത് നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിന് ചുറ്റുമായി 2 കിലോമീറ്റർ ഉലാത്തലോടെയാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക. ഈ പ്രഭാത സവാരി വേളയിൽ ഞാൻ അന്നത്തേക്കുള്ള ഒരു പൊതുപരിപാടി തയ്യാറാക്കും. 10ാം ക്ലാസ് വരെ ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ആരുടെയും സഹായമില്ലാതെ സ്വതന്ത്രമായി പഠിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഹയർ സെക്കൻഡറിയിലെ അവസ്ഥ അതല്ല. ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ഇല്ലാത്തതാണ് ഇവർക്ക് പ്രതിസന്ധിയാകുന്നത്. പാഠപുസ്തകങ്ങൾ ഇല്ലാത്തതിനാൽ പഠിക്കാൻ വളരെ പ്രയാസമാണെന്ന് വിദ്യാർത്ഥി ആയിഷ സമീഹ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഇങ്ങനെ ബ്രെയിൽ ടെക്സ്റ്റ് ബുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഹയർ സെക്കൻഡറി മുതൽ അങ്ങനെ ബ്രെയിൽ പുസ്തകം അവൈലബിൾ അല്ല. അതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ PDF ഒക്കെ നോക്കിയിട്ട് ആരെങ്കിലും വായിച്ച് തന്നിട്ട് അതൊക്കെ എഴുതിയെടുത്തിട്ടാണ് പഠിക്കാറ്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് അതും നടക്കില്ല. കാരണം സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവില്ല ഇത് വായിച്ചു തരാൻ. അപ്പോൾ പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഓർബിറ്റ് റീഡർ ഉപയോഗിച്ചാണ് ആയിഷ നോട്ടുകൾ ടൈപ്പ് ചെയ്യുന്നത്. Constitution means is a body of written or unwritten rules and regulations which regulates the functioning of government. എന്നാൽ കാഴ്ച പരിമിതിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓർബിറ്റ് റീഡർ ഉപയോഗിക്കാൻ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് 1ാം ക്ലാസ് മുതൽ ഓർബിറ്റ് റീഡർ പരിശീലനം നൽകി അതോടൊപ്പം അവ സൗജന്യമായി നൽകിയാൽ അവർക്കത് വളരെ ഉപകാരമാകുമെന്ന് ആയിഷയുടെ പിതാവ് പറഞ്ഞു. +2 ഇതുവരെ നിലവിൽ പുസ്തകം അടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ മുമ്പ് പഠിച്ച കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മളെ സ്ഥലം MLAക്കൊക്കെ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 40-45 ദിവസത്തോളം ഇതുവരെ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ഓർബിറ്റ് റീഡർ എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അത് നമ്മൾ മദ്രാസിൽ ഇവിടെ കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ അവർ പരിചയപ്പെടുത്തി തന്നൊരു സാറിനാണ് ഓർബിറ്റ് റീഡർ. അത് വെച്ചിട്ടാണ് അവരിപ്പോൾ എഴുതിയെടുക്കുന്നത്. ശരിക്കും 1ാം ക്ലാസ് മുതൽ ഇവിടുത്തെ സർക്കാർ എല്ലാ കുട്ടികൾക്കും അത് സൗജന്യമായിട്ട് നൽകുകയെന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൽ പുസ്തകത്തിൻ്റെ പ്രശ്നവും ഉണ്ടാവില്ല. അത് കുട്ടികൾക്കും സുഖമാണ്, സർക്കാരിനും സുഖമായിട്ട് മാറും. പഠനോപകരണങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ആയിഷയെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് അത് വലിയ മാനസിക പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും സ്ഥലം MLA കൂടിയായ മന്ത്രി PA മുഹമ്മദ് റിയാസിനും ഉൾപ്പെടെ കത്തു നൽകി നടപടിക്കായി കാത്തിരിക്കുകയാണിവർ. അമൃത ന്യൂസ്, കോഴിക്കോട്.